നമസ്കാരം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ നിങ്ങളോടാണോ അതോ തേർഡ് പാർട്ടിയോടാണോ അവർക്ക് മാനസികമായി കൂടുതൽ പ്രിയമെന്നും നോക്കും. കൂടാതെ അവർ തേർഡ് പാർട്ടിയുടെ അടുക്കൽ എന്തിനു പോയി എന്ന് കൂടി ഞാൻ നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. ഇന്നും 10 കാർഡുള്ള ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ബോട്ടം വന്നത് 6 ഓഫ് കപ്സ് ആണ്. സ്ട്രെങ്ത്, 4 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, ഡെത്ത്, 4 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ്. 3 ഓഫ് സോർഡ്സ് സ്ട്രോങ് ആയ തേർഡ് പാർട്ടിയെ കാണിക്കുന്നു. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസും സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നു. വർക്ക് പ്ലേസ് അഫെയർ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആയിട്ട് വർക്ക് എന്ന രീതിയിൽ ഈ കാർഡ് വരാറുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് കാർഡും തേർഡ് പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പേഴ്സണായി വരാറുണ്ട്. ഇനി വിശദമായ റീഡിങ്ങിലേക്ക് പോകാം. അവർക്ക് തേർഡ് പാർട്ടിയോടാണോ സ്നേഹം നിങ്ങളോടാണോ എന്ന ചോദ്യത്തിന് സ്ട്രെങ്ത് കാർഡും 4 ഓഫ് വാൻഡ്സ് കാർഡും പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും ഈ കാർഡുകൾ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ സ്നേഹം വെറും വികാരമല്ല, മറിച്ച് ആ വ്യക്തിയെ മാറ്റാൻ കരുത്തുള്ള ഒന്നാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ക്ഷമയും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവും അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ലഭിച്ചത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായുള്ള ബന്ധത്തേക്കാൾ നിങ്ങളോടൊപ്പമുള്ളപ്പോഴാണ് അവർ കൂടുതൽ സ്നേഹവും സമാധാനവും ലഭിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു നല്ല അടിത്തറയുള്ള ബന്ധം നിങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മൂല്യം അവർ ഇപ്പോൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും തിരിച്ചറിയും. നിങ്ങൾ അവർക്ക് നൽകിയ മാനസികമായ കരുത്തും സന്തോഷവും മറ്റൊരു ബന്ധത്തിലും അവർക്ക് ലഭിക്കില്ലെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നു. ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് 3 ഓഫ് സോർഡ്സ് എന്നീ കാർഡുകൾ ഒരുമിച്ച് വരുന്നത് സത്യത്തിൻ്റെ പെട്ടെന്നുള്ള വെളിപ്പെടുത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ഈ കാർഡ് പുതിയൊരു തുടക്കത്തെയും വ്യക്തമായ ധാരണയെയുമാണ് സൂചിപ്പിക്കുന്നത്. അവ്യക്തമായിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തെളിഞ്ഞു വരും. ഒരു വാൾ പോലെ മൂർച്ചയുള്ള സത്യം അവർ മനസ്സിലാക്കും. 3 ഓഫ് സോർഡ്സ് തേർഡ് പാർട്ടിയെ ഉണ്ടാക്കിയ മുറിവുകൾ തിരിച്ചറിയുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരുന്നത് തേർഡ് പാർട്ടി നൽകിയ സ്നേഹം വ്യാജമായിരുന്നുവെന്നും യഥാർത്ഥ സ്നേഹവും കരുതലും നിങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്നുമുള്ള കഠിനമായ സത്യം അവർക്ക് മനസ്സിലാകും. നിങ്ങൾ നൽകിയ ആത്മാർത്ഥതയുടെ വില അവർ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണിത്. തെറ്റിദ്ധാരണകൾ മാറി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മൂല്യം അവർ തിരിച്ചറിയാൻ ഈ കാർഡുകൾ വഴിതെളിക്കുന്നു. ഡെത്ത് കാർഡും 4 ഓഫ് കപ്സ് കാർഡും സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച മുറിവുകൾക്ക് ശേഷം അവർ ഒരു തരം മടുപ്പിലോ മാനസികമായ തളർച്ചയിലോ ആയിരിക്കാൻ സാധ്യതയേറെയാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹത്തെയും കരുതലിനെയും ഇപ്പോൾ തിരിച്ചറിയാൻ അവർക്ക് കഴിയാത്തത് അവർ ആ പഴയ വേദനകളിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമെന്നാണ്. പഴയ കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ നീട്ടുന്ന സ്നേഹം അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പഴയ വേദനകളിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് അല്പം സമയം ആവശ്യമാണ്. അവർ ആ വേദനയിൽ നിന്ന് മോചിതരായാൽ മാത്രമേ നിങ്ങളുടെ മൂല്യം അവർക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. നൈറ്റ് ഓഫ് വാൻഡ്സ് കാർഡും 10 ഓഫ് പെൻറ്റക്കിൾസ് കാർഡും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വന്ന പോസിറ്റീവായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാനോ കാണാനോ ഉള്ള വലിയൊരു ആവേശം ഇപ്പോൾ അവർക്കുണ്ട്. ഇത് സജീവമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെറും ഒരു താൽക്കാലിക ബന്ധമല്ല, മറിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സുരക്ഷിതമായ ബന്ധമാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടൊപ്പം കുടുംബം അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ഭാവി അവർ സ്വപ്നം കാണുന്നു. നിങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹമാണ് യഥാർത്ഥമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വൈകാതെ ആവേശത്തോടും എന്നാൽ ആത്മാർത്ഥമായ ലക്ഷ്യത്തോടും കൂടി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു.
ടു ഓഫ് സോഴ്സ് കാർഡ് അവർ ഇപ്പോൾ ഒരുതരം ആശയക്കുഴപ്പത്തിലാണ്. ഒരു വശത്ത് പഴയ വേദനകളും മറുവശത്ത് നിങ്ങളോടുള്ള സ്നേഹവും. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അവർ മനസ്സിനെ കെട്ടിയിട്ടതുപോലെ ഇരിക്കുകയാണ്. സത്യം മുന്നിലുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർ ഭയപ്പെടുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളുമായുള്ള ബന്ധം വീണ്ടും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. വെറുതെ ഒരു വരവല്ല, മറിച്ച് തെറ്റുകൾ തിരുത്തി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്താൻ അവർ തയ്യാറാണെന്ന് ഈ കാർഡ് കാണിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തുടക്കത്തിനായി അവർ പരിശ്രമിക്കും. ഒരുപക്ഷെ അവർ ഇതിനായി മറ്റൊരാളുടെയെങ്കിലും സഹായം തേടാനോ അല്ലെങ്കിൽ തുറന്ന ചർച്ചകൾക്ക് തയ്യാറാകാനോ സാധ്യതയുണ്ട്. ഇവർ എന്തിന് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ തേടാൻ പോകുന്നത്. അതിനുള്ള ഉത്തരവും ഈ കാർഡുകൾ തന്നെ പറയുന്നുണ്ട്. പ്രധാനമായും സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മാനസികമായി വളരെയധികം കരുത്തുള്ള ആളാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ പക്വത അന്ന് അവർക്കുണ്ടായിരുന്നില്ല. ആഴമുള്ള സ്നേഹത്തേക്കാൾ ലളിതമായ അല്ലെങ്കിൽ താൽക്കാലികമായ സന്തോഷങ്ങൾ അവർ അന്വേഷിച്ചു പോയതാണ്. നിങ്ങൾ നൽകിയ ഗൗരവകരമായ ഒരു ബന്ധമായിരുന്നു. ആ ഗൗരവം അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അവർ ഒരു തേർഡ് പാർട്ടിയെ കണ്ടെത്തിയതാകാം. ഇതൊരു ലെസൺ കൂടിയാണ് അവർക്ക്. മറ്റൊരിടത്ത് പോയി അവിടെ സമാധാനം ലഭിക്കാതെ വരുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. തേർഡ് പാർട്ടി പലപ്പോഴും ഒരു താൽക്കാലിക ആശ്വാസമോ കൗതുകമോ മാത്രമായിരിക്കും. നിങ്ങളുടെ സ്നേഹം അവർക്ക് സ്ട്രെങ്ത് നൽകുന്നതാണ്. ആ ബന്ധം വെറും പുറമോടി മാത്രമല്ല, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ഭയമോ ആശയക്കുഴപ്പമോ കാരണമാണ് അവർ ആ വഴി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ അവർ ആ പഴയ സന്തോഷം നിങ്ങളിൽ നിന്ന് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹവും കരുതലും ലഭിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.